27-ാം രാവ് റമദാൻ. വാപ്പാന്റെ ഖബറിനടുത്ത് നിന്ന് യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ കുറച്ചപ്പുറത്തുള്ള ഒരു ഖബറിൽ നിന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദം വരുന്നുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് നോക്കി, ഇതേത് ഖബറിനാ ഈ ശിക്ഷ വരുന്നത്? പലരോടും ചോദിച്ചു, ആ ഖബർ ആരുടേതാണെന്ന്. ആർക്കും അറിയില്ല. തല നിരച്ച ആൾക്കാരോട് ചോദിച്ചു. അപ്പോഴാ പറയണത് അതൊരു ചെറുപ്പക്കാരന്റെ ഖബറായിരുന്നു. അയാൾ നല്ല ബിസിനസ്സുകാരനാണ്. കുറച്ച് പൈസ ഒക്കെ പലിശക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അയാൾക്ക്. അതാണ് 27-ാം രാവിൽ പോലും അയാൾക്ക് ശിക്ഷ ഒഴിവാവാതിരിക്കാനുള്ള പ്രശ്നം.